നമസ്കാരം. എല്ലാവർക്കും സ്വാഗതം. മനുഷ്യനെപ്പോലെ ചിന്തിക്കാൻ കഴിവുള്ളൊരു മെഷീൻ. എപ്പോഴെങ്കിലും അങ്ങനെ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? വെറുതെ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിനപ്പുറം കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കി സ്വന്തമായിട്ട് തീരുമാനമെടുക്കുന്ന ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോ ഒരു AI ശരിക്കും ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം, അല്ലേ? ഇപ്പോൾ ഒരു കാൽക്കുലേറ്റർ കണക്ക് കൂട്ടുന്നത് അതൊരു ചിന്തയാണോ? അതോ അതിനോ അപ്പുറത്ത് കാര്യങ്ങളൊക്കെ ശരിക്കും മനസ്സിലാക്കി ഒരു തീരുമാനമെടുക്കുന്നതിനെയാണോ നമ്മൾ യഥാർത്ഥ ചിന്ത എന്ന് വിളിക്കേണ്ടത്? ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മളിന്ന് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ശരി, നമുക്ക് നോക്കാം. യഥാർത്ഥത്തിൽ ചിന്തിക്കുന്ന AI, ഈ ചിന്തിക്കുന്ന മെഷീൻസ് എന്നൊക്കെയുള്ള ആ ഒരു ഐഡിയയിലെ അത് യാഥാർത്ഥ്യമാക്കാനുള്ള യാത്രയിലെ ഒരു വലിയ സ്റ്റെപ്പ്, അതാണ് നമ്മൾ ആദ്യം കാണാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഹീറോ, വിജ്ഞാനാധിഷ്ഠിത ഏജന്റ് അല്ലെങ്കിൽ നോളജ് ബേസ്ഡ് ഏജന്റ്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ ഏകദേശം ഒരു ഐഡിയ കിട്ടുന്നുണ്ടല്ലേ? അതായത് ഈ ഏജന്റുമാർക്ക് സ്വന്തമായിട്ടൊരു നോളജ് ബേസ് ഉണ്ട്, ഒരു അറിവിൻ്റെ ശേഖരം. ഈ അറിവ് വെച്ചിട്ടാണ് അവർ കാര്യങ്ങൾ ലോജിക്കലായിട്ട് ചിന്തിച്ച് ഓരോ തീരുമാനവും എടുക്കുന്നത്. ചുമ്മാ എന്തെങ്കിലും ചെയ്യുന്നതിന് പകരം ആദ്യം ചിന്തിക്കും. അപ്പോൾ ഈ പറയുന്ന ചിന്തിക്കുന്ന ഏജന്റിന്റെ തലച്ചോറിന്റെ ഉള്ളിൽ എന്താ ശരിക്കും നടക്കുന്നത്? നമുക്കൊന്ന് കീറിമുറിച്ച് പരിശോധിച്ചാലോ? ഇതിന്റെ ഓരോ ഭാഗങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിന് നമുക്കൊരു മനുഷ്യന്റെ ബ്രെയിൻ പോലെ സങ്കല്പിക്കാം. ഓക്കെ, ഒന്നാമതായി വിജ്ഞാനശേഖരം അല്ലെങ്കിൽ നോളജ് ബേസ്. അത് നമ്മുടെ ഓർമ്മകൾ പോലെയാണ്. എല്ലാ അറിവുകളും അവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്. പിന്നെ അനുമാനയന്ത്രം അല്ലെങ്കിൽ ഇൻഫറൻസ് എഞ്ചിൻ, അതാണ് ശരിക്കും ചിന്തിക്കുന്ന പാർട്ട്. പിന്നെ നമുക്ക് കണ്ണ്, ചെവി ഒക്കെയുള്ള പോലെ ചുറ്റുമുള്ള കാര്യങ്ങൾ അറിയാൻ സെൻസറുകളുണ്ട്. അവസാനം നമ്മൾ കൈയും കാലും വെച്ച് കാര്യങ്ങൾ ചെയ്യുന്നത് പോലെ ഈ ഏജന്റിന് പ്രവർത്തിക്കാൻ ആക്ച്വേറ്ററുകളുണ്ട്. ശരി, അപ്പോൾ നമുക്ക് ഈ ഏജന്റിന്റെ ബ്രെയിൻ ഒന്നുണ്ടാക്കി നോക്കാം, അല്ലേ? എവിടുന്നാ തുടങ്ങുക? തീർച്ചയായും സെൻസറുകളിൽ നിന്ന്. ലോകത്ത് എന്താണ് നടക്കുന്നതെന്ന് ആദ്യം മനസ്സിലാക്കണമല്ലോ. അപ്പോൾ നമ്മുടെ ഏജന്റ് അതിൻ്റെ സെൻസറുകൾ ഉപയോഗിച്ച് ചുറ്റുമുള്ളതൊക്കെ നിരീക്ഷിക്കാൻ തുടങ്ങുന്നു. ഒരു കൊച്ചുകുട്ടി ആദ്യമായി ലോകം കൊണ്ട് പഠിക്കുന്നത് പോലെ തന്നെ. ഓക്കെ, സെൻസറുകളിൽ നിന്ന് കുറേ വിവരങ്ങൾ കിട്ടി. ഇനി ഇതെങ്ങോട്ട് പോകും? ഈ വിവരങ്ങളൊക്കെ നേരെ പോകുന്നത് ഏജന്റിന്റെ സ്വന്തം ലൈബ്രറിയിലേക്കാണ്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ നോളജ് ബേസ്. കിട്ടുന്ന ഓരോ വിവരവും ഒരു പുസ്തകം പോലെ അവിടെ ഭംഗിയായി അടുക്കിവെക്കും. കാരണം ഭാവിയിലൊരു തീരുമാനമെടുക്കണമെങ്കിൽ ഈ പുസ്തകങ്ങളൊക്കെ എടുത്തു വായിക്കേണ്ടി വരും. ഇനി വരുന്നു ഇതിലെ ഏറ്റവും കിടിലൻ ഭാഗം, ഇൻഫറൻസ് എഞ്ചിൻ. ഇതൊരു ഒന്നൊന്നര ഡിറ്റക്റ്റീവാണ്. ഒരു ഷെർലക് ഹോംസിന് തന്നെ വിചാരിച്ചോ. ഈ ഡിറ്റക്റ്റീവ് എന്തു ചെയ്യും? ആ ലൈബ്രറിയിൽ, അതായത് നോളജ് ബേസിൽ പോയി അവിടുത്തെ പുസ്തകങ്ങളിലെ സൂചനകളെല്ലാം കൂട്ടിച്ചേർത്ത് പുതിയ നിഗമനങ്ങളിലെത്തും. എന്നിട്ട് പറയും, ആഹാ, ഇതാണ് സംഭവം, ഇനി ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന്. അതാണിതിൻ്റെ പണി. അങ്ങനെ ഡിറ്റക്റ്റീവ് ഒരു തീരുമാനത്തിലെത്തി. ഇനി എന്തു വേണം? ആ തീരുമാനം നടപ്പിലാക്കണം. അതിനാണ് ആക്ച്വേറ്ററുകൾ ഉള്ളത്. ചുരുക്കി പറഞ്ഞാൽ ഈ ചിന്തകളെല്ലാം പ്രവൃത്തിയായി മാറുന്നത് ഇവിടെയാണ്. ഏജന്റ് എടുത്ത ആ തീരുമാനം ആക്ച്വേറ്ററുകൾ ഉപയോഗിച്ച് അത് ചെയ്യും. ഒരു റോബോട്ടിന്റെ കൈ ചലിപ്പിക്കുന്നതാവാം, അല്ലെങ്കിൽ ഒരു സ്ക്രീനിൽ നമുക്കൊരു മെസ്സേജ് കാണിക്കുന്നതാവാം, എന്തും. അപ്പോൾ ഈ പറഞ്ഞ ഭാഗങ്ങളെല്ലാം വെവ്വേറെയല്ല പ്രവർത്തിക്കുന്നത്. ഇതെല്ലാം ഒരുമിച്ച് ഒരു സൈക്കിൾ പോലെയാണ് വർക്ക് ചെയ്യുന്നത്. ടെൽ ആൻഡ് ആസ്ക് സൈക്കിൾ എന്നാണ് ഇതിനെ പറയുക. നമുക്ക് നോക്കാം അതെങ്ങനെയാണെന്ന്. ഇതൊരു സിമ്പിൾ 4 സ്റ്റെപ്പ് പ്രോസസ്സാണ്. സ്റ്റെപ്പ് 1, ഏജന്റ് സെൻസറുകൾ വെച്ച് ചുറ്റും എന്താ നടക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു, പെർസീവ്. സ്റ്റെപ്പ് 2, ഈ പുതിയ വിവരം അതിന്റെ നോളജ് ബേസിനോട് പറയുന്നു, ടെൽ. സ്റ്റെപ്പ് 3, ഇനി എന്ത് ചെയ്യണം എന്ന നോളജ് ബേസിനോട് ചോദിക്കുന്നു, ആസ്ക്. സ്റ്റെപ്പ് 4, കിട്ടിയ മറുപടി അനുസരിച്ച് ആക്ച്വേറ്ററുകൾ വെച്ച് പ്രവർത്തിക്കുന്നു, ആക്ട്. ഈയൊരു സൈക്കിൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ പേടിക്കേണ്ട. നമുക്കിതൊരു സിമ്പിൾ പക്ഷെ നല്ല രസമുള്ള ഒരു ഗെയിം വെച്ച് മനസ്സിലാക്കാം. വമ്പേഴ്സ് വേൾഡിൽ നമ്മുടെ ഏജന്റ് എങ്ങനെ സർവൈവ് ചെയ്യുമെന്ന് നോക്കാം. ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ, നമ്മുടെ ഏജന്റ് വമ്പേഴ്സ് വേൾഡ് എന്നു പേരുള്ള അപകടം പതിയിരിക്കുന്നൊരു ഗുഹയ്ക്കുള്ളിലാണ്. ഓരോ ചുവടും സൂക്ഷിച്ചു വെക്കണം. അങ്ങനെ ഓരോ ചതുരക്കളം മുന്നോട്ടു പോകുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ സെൻസറുകളിൽ ഒരു തണുത്ത കാറ്റ് വന്ന് തട്ടുന്നു, ഒരു ബ്രീസ്. അപ്പോൾ ഏജന്റിന്റെ മുന്നിൽ ഒരു വലിയ ചോദ്യം, ഈ ഗുഹയ്ക്കുള്ളിൽ ഒരു കാറ്റ്, അതിനെന്താ അർത്ഥം? വെറുതെ ഒരു കാറ്റ് മാത്രമാണോ? അതോ എന്തെങ്കിലും അപകടത്തിന്റെ സൂചനയാണോ ഇത്? ഏജന്റ് ഒരു നിമിഷം പോലും പാഴാക്കുന്നില്ല. ഉടനെ അതിന്റെ ലൈബ്രറി, അതായത് നോളജ് ബേസ്, തുറന്നു നോക്കുന്നു. അവിടെ പരതിയപ്പോൾ അതിന് വേണ്ട നിയമം കിട്ടി. വമ്പസ് വേൾഡിൽ കാറ്റനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതിനർത്ഥം തൊട്ടടുത്തെവിടെയോ ഒരു വലിയ കുഴിയുണ്ടെന്ന്. അപ്പോൾ കണ്ടോ, ആ ഇൻഫറൻസ് എഞ്ചിൻ, നമ്മുടെ ഷെർലക് ഹോംസ്, ഉടനെ തന്നെ ഒരു നിഗമനത്തിലെത്തി.
മുന്നോട്ടു പോയാൽ പണിപാളും കുഴിയിൽ വീഴും. അതുകൊണ്ട് അടുത്തുള്ള കളങ്ങളിലേക്ക് പോകുന്നത് ഒഴിവാക്കണം. വെറുതെ കണ്ണുമടച്ച് മുന്നോട്ടു പോകുന്നതിനു പകരം തന്റെ കയ്യിലുള്ള അറിവുപയോഗിച്ച് ഏജന്റ് ഒരു സുരക്ഷിതമായ തീരുമാനമെടുത്തു. ഇതാണ് യഥാർത്ഥത്തിൽ ലോജിക്കൽ തിങ്കിങ്. ഇത് കേൾക്കുമ്പോൾ സംഭവം കൊള്ളാമല്ലോ എന്ന് തോന്നുന്നുണ്ടല്ലേ? പക്ഷേ ഏതൊരു ടെക്നോളജിക്കും ഉള്ളതുപോലെ ഇതിനും അതിൻ്റേതായ കുറച്ച് ഗുണങ്ങളും ദോഷങ്ങളുമുണ്ട്. നമുക്കതൊന്ന് നോക്കാം. ഇതിന്റെ ഏറ്റവും വലിയ ഗുണം എന്താന്ന് വെച്ചാൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സാഹചര്യങ്ങളിൽ പോലും ഇതിന് പ്രവർത്തിക്കാൻ പറ്റും. പോരാത്തതിന് ഞാൻ എന്തിനാണ് ഈ തീരുമാനമെടുത്തത് എന്ന് നമ്മളോട് വിശദീകരിച്ച് തരാനും ഇതിന് കഴിയും. പക്ഷേ മറുവശത്ത് ചില പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഇതിന് ഒരുപാട് കമ്പ്യൂട്ടിംഗ് പവർ വേണം. രണ്ട്, അതിൻ്റെ നോളജ് ബേസിലെ അറിവ് 100% കറക്റ്റും കംപ്ലീറ്റും ആയിരിക്കണം. ഒരു ചെറിയ തെറ്റ് മതി മൊത്തം തീരുമാനവും പാളിപ്പോകാൻ. അപ്പോൾ ശരി, ഈ നോളജ് ബേസ്ഡ് ഏജന്റ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇതുകൊണ്ട് റിയൽ ലൈഫിലെ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഈ ഐഡിയ എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്? അതാണിനി നോക്കുന്നത്. ഇതിന്റെ ഉപയോഗങ്ങൾ ഒരുപാടുണ്ട്. ഉദാഹരണത്തിന് മെഡിക്കൽ ഫീൽഡിൽ രോഗം കണ്ടെത്താൻ ഡോക്ടർമാരെ സഹായിക്കുന്ന എക്സ്പേർട്ട് സിസ്റ്റങ്ങൾ ഇതിന്റെ ഒരു രൂപമാണ്. അതുപോലെ റോബോട്ടിക്സ്, സെൽഫ് ഡ്രൈവിംഗ് കാറുകൾ, ഇങ്ങനെ സങ്കീർണമായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുന്ന ഒരുപാട് മേഖലകളിൽ ഈയൊരു അടിസ്ഥാന ആശയം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ നോളജ് ബേസ്ഡ് ഏജന്റുകളെന്ന് പറയുന്നത് AI-യുടെ ചരിത്രത്തിലെ ഒരു വലിയ നാഴികക്കല്ലാണ്. വെറുതെ നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ അതേപടി ചെയ്യുന്ന മെഷീനുകളിൽ നിന്ന് സ്വന്തമായ അറിവുപയോഗിച്ച് ലോജിക്കലായി ചിന്തിച്ച് തീരുമാനങ്ങളെടുക്കാൻ കഴിവുള്ള സിസ്റ്റങ്ങളിലേക്കുള്ള ഒരു വലിയ മാറ്റത്തിന്റെ തുടക്കമായിരുന്നു അത്. അപ്പോൾ പോകുന്നതിന് മുൻപ് ഒരു ചോദ്യം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണ്. ഒരു AI-ക്ക് ഫാക്ട്സ് പഠിക്കാനും അത് വെച്ച് ലോജിക്കലായി ചിന്തിക്കാനും പറ്റുമെങ്കിൽ ശരി, തെറ്റ്, ദയ, സ്നേഹം ഇങ്ങനെയുള്ള നമ്മുടെ മൂല്യങ്ങൾ പഠിക്കുന്നതിൽ നിന്ന് അതിനെ എന്താണ് തടയുന്നത്? ഒന്ന് ആലോചിച്ചു നോക്കൂ. ഈ ഒരു ചിന്തയോടെ നമുക്ക് ഇന്നത്തെ ഈ വിവരണം ഇവിടെ അവസാനിപ്പിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അറിയിക്കണം. നന്ദി.